അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അർജു ആൻഡ് ആമി വ്ളോഗ് എടുത്തിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഞങ്ങളിപ്പോൾ പാലക്കാടാണ് ഉള്ളത്. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പാർക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര രസമല്ല. അപ്പോൾ അവിടെ അർജു ആമിയും വന്നിരിക്കുക. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അച്ഛനും അമ്മയും ഞാനും കുട്ടികളും കൂടി വന്നതാണ്. സൺഡേ അല്ലേ, അപ്പോൾ ഒന്ന് സ്പെഷ്യലായിട്ട് അങ്ങനെ വന്നതാണ്. അതാ പാർക്കിൻ്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം. നമ്മൾ ഇന്നലെ ഇപ്പോൾ അടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുൾ വ്യൂ ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെ മരത്തിൽ ലൈറ്റൊക്കെ ഇട്ട് ഇത് 24/7 ആണെന്നാണ് അച്ഛൻ പറയണത്. അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു സ്ലൈഡ് ഉണ്ട്. കുറച്ച് ഈട്രീസൊക്കെ ഉണ്ട് സൈഡിൽ. ഉള്ളൊരു ചാർട്ട് പോയിൻ്റൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെയാണെന്ന് വെച്ചാൽ സ്വിങ് ഉണ്ട്. പിന്നെ അതാ ഇതൊക്കെ അവർക്ക് രസം തോന്നി. ഇവർ ബാംഗ്ലൂർ ഇപ്പോൾ സ്ഥിരം ഇങ്ങനത്തെ പാർക്കിലൊക്കെ പോകുന്നുണ്ട് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നാട്ടിലായിട്ട് ഇപ്പോൾ പാർക്കിൽ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം പാർക്കിൽ കളിക്കാം. പിന്നെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്, ഇങ്ങനെ മരത്തണലിരിക്കാൻ വർത്താനം പറയാം, അങ്ങനെ ഒരു ഇതിന് ഇവരെ കളികൾ ഓരോന്നായിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ജസ്റ്റ് ഇത് ഓവറോൾ വ്യൂ. ഇത് ബിഗ് ബസാർ സ്കൂളിൻ്റെ വളരെ അടുത്താണ്, ടൗണിൽ തന്നെയാണ്. ഭയങ്കര രസമായിട്ടുണ്ട്. ബാക്കി ഇനിയും കണ്ടിട്ട് ഞാൻ പറയാം. എന്തൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും ഇഷ്ടം സ്ലൈഡ് ചെയ്യാനാണ്. അപ്പോൾ അത് കാരണം സ്ലൈഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ രണ്ടുപേരും. അവളെ കൂടെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവരവിടെ ഇരുന്ന് കാണുകയും ചെയ്യുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഓവറോൾ ഒരു ഇത് കിട്ടുമല്ലോ, ഒരു എന്താണ് നടക്കണേ. അപ്പോൾ അവളെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ വലിയ കുട്ടികളുണ്ടായാലും തിരക്കുണ്ടായാലും ഒക്കെ മാനേജ് ചെയ്യാൻ അറിയാം. അജുവും കൂടെ ഉണ്ടെങ്കിൽ ആമയും സേഫാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പൊതുവെ ശ്രദ്ധിക്കും. അങ്ങനെ നമ്മുടെ കുട്ടി ടോം ആൻഡ് ജെറിയുടെ ഏട്ടനും കൂടി ഇത് ഇവിടെ ഐ ലവ് പാലക്കാടൊക്കെ ഉണ്ട് കേട്ടോ. ഫോട്ടോ ബൂത്ത് മാതിരി നമുക്കിത് ലാസ്റ്റ് എടുക്കാം ഫോട്ടോസൊക്കെ. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. ഇവർക്ക് എന്തായാലും കുറേ തുറസായ സ്ഥലവും കളിക്കാൻ കുറച്ച് സാധനങ്ങളും, മെയിൻലി സ്ലൈഡ് ഉണ്ടെങ്കിൽ തന്നെ ഹാപ്പിയാണ് രണ്ടാളും. ഞാൻ ഒന്ന് പിന്നാലെ നടന്ന് സൂപ്പർവൈസ് ചെയ്താൽ മതിയല്ലോ എന്തൊക്കെ കാര്യങ്ങൾ. അവരെവിടെ വെച്ചാൽ കളിച്ച് എൻജോയ് ചെയ്യട്ടെ. അങ്ങനെ ഒരു സ്ഥലം നോക്കി വന്നാൽ, അല്ലാണ്ട് ഇന്ന രീതിയിലുള്ള സാധനം വേണം അങ്ങനെയൊന്നും അവർക്കില്ല. പൊതുവെ എന്താണെന്ന് വെച്ചാലും എൻജോയ് ചെയ്യുന്നുണ്ട് വരും. എന്തിലോ തന്നെ പോയി കയറിയിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് അജയിൽ പോയി. അതൊക്കെ ഇനിയിപ്പോൾ പുതിയ ഫ്രണ്ട്സൊക്കെ കിട്ടും. ഇത് നോക്കിയോക്കൂ, അടുത്ത് പോയി നോക്കിയോക്കൂ. അവിടെ ഫേവറേറ്റ് ആളാ ഡസ്റ്റ്ബിൻ. തൊടണ്ട ഡസ്റ്റ്ബിന്നാ. അതല്ല, ഡസ്റ്റ്ബിൻ്റെ ഷേപ്പ് നോക്കൂ അജു. എന്ത് ഷേപ്പാ? ആമയുടെ ഇഷ്ടമുള്ളത് അല്ലേ? രസമായോ? മതി കേട്ടോ. ഓക്കെ. ഇന്ന് നോക്കിയപ്പോൾ നല്ല ഇടിയും മഴക്കോളും ഉണ്ട്. നമ്മൾ വിചാരിച്ചു നമ്മളിവിടെ എത്തി ഇറങ്ങുമ്പോഴേക്ക് മഴ പെയ്യും. ഇത്രയും ദിവസം പെയ്യാത്ത മഴയാണ്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ വന്നപ്പോൾ തൊട്ടിപ്പോൾ മഴക്കാറുണ്ട്. പക്ഷേ എന്താ പറയുക, അത് ഇന്നാണോ ഇനി പെയ്യാന്ന് വിചാരിച്ചു. ഭാഗ്യത്തിന് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ ഉണ്ടായില്ല. നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ പെയ്താലും കുഴപ്പമില്ല. അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ. എന്തായാലും ആകെ കൊണ്ട് ഭയങ്കര കാറ്റുണ്ട്. നമുക്ക് ചൂട് തീരെ ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും ഈ കൂട്ടത്തിൽ പെട്ടിട്ട് എനിക്ക് രണ്ടെണ്ണത്തിനെയും കണ്ടുപിടിക്കാൻ പറ്റണില്ല. ഞാനിപ്പോൾ അവർ പിന്നാലെ തന്നെ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഓവറോൾ ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തന്നൂല്ലോ, ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. ഇവിടെ പിന്നെ ഞാൻ അടിപൊളി ഒരു ഗണേഷ് ഒരു ഹൈപ്പർ മാർക്കറ്റും ഞാൻ ഇവിടെ കണ്ടു കേട്ടോ. ഞാൻ അച്ഛമ്മനോട് കുറച്ച് കാലമായി വന്നിട്ട് ഞാൻ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വലിയ ഒരു ഗോകുലം സ്റ്റൈലിലൊക്കെ ഒരു ഹൈപ്പർ മാർക്കറ്റൊക്കെയാണ് കാണുമ്പോൾ. അപ്പോൾ എന്തായാലും അതെ, ഞങ്ങൾ പാലക്കാട് ഞാൻ ഇപ്പോൾ ടൗണിലേക്കൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചായി. അതുകൊണ്ടാണ് എന്തായാലും രണ്ടുപേരെയും കൂടി ഒരു സ്ഥലത്ത് ഇപ്പോഴൊക്കെ കിട്ടുന്നുള്ളൂ. എനിക്ക് രണ്ട് വഴിക്ക് ഓടുക രണ്ടാളും. പിന്നെ അവരെ പിന്നാലെ പോട്ടെ. അപ്പോൾ ശരിക്കും നമ്മൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും എപ്പോഴെങ്കിലും വരാം. നല്ല എന്തെങ്കിലും പുതിയ സ്ഥലത്ത് പോകുമ്പോഴോ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴോ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരാം. അപ്പോൾ ശരി, ബൈ.